അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബദർ യുദ്ധത്തിൻ്റെ 4-ാമത്തെ ഭാഗം നമുക്ക് സംസാരിക്കാം. സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. ബദർ യുദ്ധം ഇരുഭാഗത്തും ഉരുണ്ടുകൂടുന്ന കാഴ്ചയാണ് കാണുന്നത്. മക്കക്കാർ ബദർ ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും മദീനയിൽ നിന്ന് ബദറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു സൈന്യങ്ങളും അവരുടെ സൈന്യത്തിൻ്റെ രഹസ്യ നീക്കങ്ങളും അവരുടെ സഞ്ചാരങ്ങളും നിരീക്ഷിക്കുക സ്വാഭാവികമാണല്ലോ. നബി തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും യുദ്ധത്തിന് മുമ്പ് തന്നെ ഖുറൈശികളെക്കുറിച്ചുള്ള ആ വാർത്തകൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. നബി തങ്ങളും അബൂബക്കർ തങ്ങളും നേരെ തന്നെയാണ് ഒരിക്കൽ ഇതിനു വേണ്ടി പോയത്. സൈന്യങ്ങളെ പിന്നിലാക്കി അവരങ്ങനെ ഒട്ടക്കപ്പുറത്ത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് വാർത്ത ശേഖരിക്കുന്ന സംഭവം. അങ്ങനെ ഒരാളെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുഫിയാൻ അൽ-അംരി എന്ന് പറയുന്ന ഒരാളെ കാണുന്നത്. അയാൾക്ക് നബി തങ്ങളെ അറിയില്ല, അബൂബക്കർ തങ്ങളെയും അറിയില്ല. നോക്കൂ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ബുദ്ധിവൈഭവം ഇവിടെ നടന്ന സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. നബി തങ്ങളെക്കുറിച്ച് നബിയുടെ സംസാരങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് നിരീക്ഷിക്കണം. വളരെ യുക്തിയും ബുദ്ധിയുമുള്ള സംസാരങ്ങളായിരിക്കും, പെരുമാറ്റങ്ങളായിരിക്കും. അങ്ങനെ സുഫിയാനുൽ അംരി അയാളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഖുറൈശികളെയും മുഹമ്മദിനെയും അനുയായികളെയും കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയുമെന്ന്? താങ്കൾക്ക് മുഹമ്മദിനെയും അസ്ഹാബിനെയും ഖുറൈശികളെയും കുറിച്ച് വല്ലതും അറിയുമോ? ഖുറൈശികളെ മാത്രം കുറിച്ച് അറിയുമോയെന്ന് ചോദിച്ചാൽ ഈ വന്നത് മുഹമ്മദിൻ്റെ ആളുകളാണ് എന്ന് അയാൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, മിമ്മൻ അൻതുമ, നിങ്ങളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയാണ്, ലാ നുഖ്ബിറുക ഹത്താ തുഖ്ബിറന അൻ ഖുറൈശിൻ വ അസ്ഹാബിഹി വ അൻ മുഹമ്മദിൻ വ അസ്ഹാബിഹി. ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരണം. അയാൾ പറയാണ്, നിങ്ങൾ ആരാണ്? അപ്പോൾ നബി തങ്ങൾ പറയാണ്, ആദ്യം മുഹമ്മദിനെയും അനുയായികളെയും ഖുറൈശികളെയും കുറിച്ച് പറ, എന്നിട്ട് ഞാൻ പറയാം, ഞാൻ പറഞ്ഞുതരാം ആരാണ്. അപ്പം അയാൾ ചോദിച്ചു, അതാക്ക ബിതാക്ക, അങ്ങനെ ഉറപ്പല്ലേ? അയാളും ഇങ്ങനെയൊക്കെ വാർത്തകൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കാം. അതെ, നീ പറഞ്ഞാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ്, ലഖദ് ഖറജത്ത് ഖുറൈശ് ഫി യൗമ കദാ വ കദാ. ഖുറൈശികൾ മക്കയിൽ നിന്ന് ഇന്ന ദിവസം പുറപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ലഭിച്ച വിവരം സത്യമാണെങ്കിൽ ഫഹുമുൽ യൗമ ഫി മക്കാനി കദാ, അവർ ഇന്ന് ഈ സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിയിരിക്കാം. അയാൾ ആ സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു. എന്നിട്ട് അയാൾ പറയാണ്, മുഹമ്മദും അനുയായികളും മദീനയിൽ നിന്ന് ഇന്ന ദിവസം പുറപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ലഭിച്ച വിവരം സത്യമാണെങ്കിൽ മുഹമ്മദും അനുയായികളും ഇന്ന സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ടാകും. ആ കാലഘട്ടത്തിൽ യാത്ര ചെയ്യുന്ന സമയവും ദൂരവും വെച്ചിട്ട് അയാൾ നിഗമനം പറഞ്ഞു. അയാൾ ചോദിച്ചു, നിങ്ങളാരാണ്? അന ഖബർതുക്കും ദാക്ക ബിദാക്ക മിമ്മൻ അൻതുമ. അതാണ് റസൂൽ പറയാണ്, ഒന്നും പറയാൻ പറ്റില്ലല്ലോ, മിൻ മാ, മായിൽ നിന്നാണ്. ഇതും പറഞ്ഞിട്ട് അള്ളാഹു റസൂൽ പെട്ടെന്ന് മടങ്ങിപ്പോരുന്ന കാഴ്ചയാണ് കാണുന്നത്. മാ എന്ന് പറയുന്നത് ഇറാഖിലെ ഒരു സ്ഥലമാണ്. അല്ല വേറെ ഇവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഏതാണ് എന്ന് കൃത്യമായി പറയാതെ മായിൽ നിന്നാണ് എന്ന് പറഞ്ഞ്, നിങ്ങൾ ഏത് മായിൽ നിന്ന് എന്ന് അയാൾ ചോദിക്കുകയാണ്. ഇറാഖിൽ നിന്നാണോ അല്ല വേറെയെങ്കിലും ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നബി അയാൾക്കൊന്നും മറുപടി കൊടുക്കാതെ പോരുകയാണ്. മാ എന്ന് പറയുമ്പോൾ അത് സത്യമാണല്ലോ, കളവുമാണല്ലോ. സത്യം എന്നെങ്ങനെ? അനമിനൽ മാ, ഞാൻ നുത്ഫത്തിൽ നിന്ന്, മായിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആളാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. യുദ്ധത്തിൽ ഇങ്ങനെയുള്ള മറച്ചു പിടിക്കലും തന്ത്രങ്ങളും അനിവാര്യമാണ്. അന മഖ്ലൂഖൻ മിൻ നുത്ഫത്തിൻ, ഞാൻ ശുക്ലത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നാണ്. എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയല്ലേ. അപ്പം ഞങ്ങൾ മായിൽ നിന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകി. കൂടുതൽ ചോദ്യങ്ങൾക്കും വിശദീകരണങ്ങൾക്കും നിൽക്കാതെ അവർ പെട്ടെന്ന് സ്ഥലം വിട്ടു. ഈ ചെന്നത് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നബിത്തങ്ങൾ തിരിച്ചെത്തിയതിനു ശേഷം അന്ന് രാത്രി വീണ്ടും ആ ദിവസം ആ രാത്രി തന്നെ രഹസ്യാന്വേഷണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ ബുദ്ധിശാലികളായ കുറച്ച് ആളുകൾ, യുവാക്കളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവരങ്ങനെ നടന്ന് വഴികളോടെ സഞ്ചരിച്ച് പോകുമ്പോഴാണ് ഒരു ഖുറൈശികൾക്ക് വേണ്ടി വെള്ളം ശേഖരിക്കുന്ന ഒരു ഒട്ടകത്തെ കാണുന്നത്. വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന, വെള്ളം എല്ലായിടത്തും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതിൻ്റെ ആ ഒട്ടകത്തെ രണ്ട് കുട്ടികളിങ്ങനെ, രണ്ട് അടിമകൾ ആ ഒട്ടകത്തെ തൊളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. മഹാനായ അലി ബിൻ അബി താലിബ് തങ്ങളും റസൂലുള്ളാഹിൻ്റെ ഈ രഹസ്യാന്വേഷകരും ഈ അടിമകളെ പിടിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, ഐന ഖുറൈഷ്, ഖുറൈഷ് എവിടെയാണ്? ഒറ്റ ചോദ്യം. അവർ പറഞ്ഞു, ഹും ബറാഅ ഹാദൽ കസീബ് ബിൽ ഉദ്വത്തിൽ ഖുസ്വ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വ എന്നൊക്കെ പറഞ്ഞ് റക്ബ് അസ്ഫല മിൻകും എന്ന് പറഞ്ഞാൽ അത് ഉദ്വത്തുൽ ഖുസ്വയിലുണ്ട്, ആ മണൽക്കുന്നുകൾക്കപ്പുറത്ത് എന്ന് പറയുകയാണ്. അവർക്ക് വെള്ളം ശേഖരിക്കാനാണ് ഇവർ വന്നത്. അല്ലാഹു റസൂൽ ചോദിച്ചു, കം അൽ ഖൗം, ഇതാണല്ലോ വേണ്ടത്, ഇവിടുത്തെ വാർത്ത അതാണല്ലോ അറിയേണ്ടത്, അവരെത്ര പേരുണ്ട്? അയാൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ലാ നാരിഫ്. നബി തങ്ങൾ ചോദിക്കുകയാണ്, ഒരു ദിവസം അവർ ഭക്ഷിക്കാൻ വേണ്ടി എത്ര ഒട്ടകത്തിനെ അറുക്കുന്നുണ്ട്? കമ്യനഹറൂന കൊല്ലയോ? അവർ പറയാണ്, ചിലപ്പോൾ 9, ചിലപ്പം 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വെച്ചിട്ട് നിഗമനം പറഞ്ഞു, അവർ നബിനെ 900, 1000, 1000, 900. അപ്പോൾ അവരുടെ എണ്ണം എത്രയുണ്ട് എന്നും മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഒരു ഒട്ടകത്തിന് 100 ആളുകൾ ശാപ്പിടുകയാണ്. നല്ല ശാപ്പാടാണ് നടക്കുന്നത്. പിന്നെ പറഞ്ഞു, ഈ അടിമകളോട് ചോദിച്ചു, ആരൊക്കെ മക്കയിൽ നിന്ന് യുദ്ധത്തിന് പോന്നിട്ടുണ്ട്? നേതാക്കന്മാർ ഏതായാലും ഇവർക്ക് അറിയാലോ. അബൂജാഹിലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, അബൂജാഹിലുണ്ട്, ഉമയ്യത്തുണ്ട്, മുഖബത്ത് ബിൻ, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംസാരം നടത്തി നല്ല സാഹിത്യത്തോടെ. ഹാദിഹി ഖുറൈശ് ഖദ് അഖ്റജത് ലക്കും അഫ്ലാദ കബിതിഹ. ഖുറൈശ് അതിൻ്റെ കരളുകളെ തന്നെയാണ്, അതിൻ്റെ കരളിൻ്റെ തുണ്ടങ്ങളെ, കഷ്ടങ്ങളെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന ഒരു നല്ല അർത്ഥം വെച്ചുള്ള ഒരു പ്രയോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം വാർത്തകളൊക്കെ അതീവ രഹസ്യമാക്കിയാണ് വെക്കുക കേട്ടോ. എങ്ങോട്ടാണ് യുദ്ധത്തിന് പോകുക എന്ന് പറയില്ല. തബൂക്ക് യുദ്ധം ഒഴികെ ബാക്കി ഒരു യുദ്ധത്തിനും ഞാനിങ്ങനെ ബൈക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടിപ്പോൾ ബദർക്കാണ് പോയെങ്കിൽ അള്ളാഹു റസൂൽ പറയും, ഞാനിങ്ങനെ പോകുന്നുണ്ട്, ഇവിടുന്ന് ഖൈബർക്ക് ഇപ്പോൾ എത്ര ദൂരം ഉണ്ടാവുമെന്നാണ് ചോദിക്കാൻ നബി. അപ്പോൾ ആളുകൾ എന്ത് മനസ്സിലാവും? എന്നാൽ ഖൈബർക്കായിരിക്കും നബി പോണത്, ഷാമക്കായിരിക്കും നബി യുദ്ധത്തിന് പോവുക. ആളുകളോട് എന്താ പറയുന്നറിയോ?
യമനിക്ക് ഇപ്പോൾ എത്ര ദൂരമുണ്ടോ എന്നാ ചോദിക്കാം. ഈ വിധത്തിൽ ആർക്കും പിടികൊടുക്കാത്ത ശക്തമായ നിരീക്ഷണ തന്ത്രങ്ങളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്താറുള്ളത്. ഈ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. സ്വകാര്യക്കാരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള കുറേ സ്വന്തക്കാർക്ക് മാത്രമേ രഹസ്യങ്ങളൊക്കെ കൈമാറുകയുണ്ടായിരുന്നുള്ളൂ. അധികം വൈകാതെ ഇരു സൈന്യങ്ങളും സംഘട്ടനത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി ബദറിലേക്ക് എത്തിച്ചേരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ബദറിലെത്തി സൗകര്യപ്രദമായ സ്ഥലം പിടിക്കാൻ തീരുമാനിക്കുകയാണ്. നല്ല വെള്ളമുള്ള സ്ഥലമായിരിക്കണം, ദാഹിക്കാൻ പാടില്ല, എത്ര ദിവസം യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. വളരെ വേഗത്തിൽ ഖുറൈശികൾ എത്തുന്നതിന് മുമ്പ് തന്നെ ബദറിൽ ഒരുപാട് കിണറുകളൊക്കെ ഉണ്ട്. ഏറ്റവും ജലസമൃദ്ധിയുള്ള ഒരു സ്ഥലത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചേരുകയും അനുയായികളും നബിത്തങ്ങളും അവിടെ തമ്പടിക്കാൻ തീരുമാനിക്കുകയാണ്. ആ നേരത്ത് ഒരു ചെറുപ്പക്കാരൻ മഹാനായ ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു മുത്തനബിയെ സമീപിച്ചിട്ട് പറയുന്നുണ്ട് ഒരു വർത്താനാണത്. അള്ളാഹിൻ്റെ റസൂലേ, ഈ താവളം അള്ളാഹു അങ്ങയോട് ഇവിടെ തന്നെ താവളമടിക്കാൻ പറഞ്ഞതാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ടും പിന്നോട്ടൊന്നും പോകാൻ പറ്റില്ല. അല്ല, അങ്ങയുടെ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്? ഹുബാബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. അള്ളാഹു റസൂൽ പറഞ്ഞില്ലല്ല, അള്ളാഹിൻ്റെ വഹയൊന്നുമല്ല, ബൽ ഹുവ റഅ്യു വൽ ഹർബു വൽ മക്കീദ, ഇത് അഭിപ്രായമാണ്, യുദ്ധമാണ്, തന്ത്രമാണ് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ അള്ളാഹിൻ്റെ റസൂൽ പറയണം. ഹുബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, ലൈസ ഹാദാ ബിമൻസിൽ, എന്നാൽ ഇവിടെയല്ല നമ്മുടെ താവളം, ഇവിടെ പറ്റില്ല. അള്ളാഹിൻ്റെ റസൂലേ, അങ്ങ് ഇവിടെ നിണീക്കണം, നമ്മുടെ അനുയായികളെയും കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാം. അവിടെ ശത്രുക്കൾ വന്ന് തമ്പടിക്കുന്ന ആ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് ഒരു കിണറുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് തമ്പടിക്കാം. പിന്നെ ബാക്കിയുള്ള എല്ലാ കിണറും കല്ലിട്ടങ്ങ് മൂടാം. നമുക്ക് ഒരൊറ്റ കിണർ മതി. മൂടുന്നതിന് മുമ്പ് നമുക്ക് ധാരാളം വെള്ളം ശേഖരിച്ചിട്ട്, തോൽപാത്രത്തിലും മറ്റൊക്കെ വെള്ളം ശേഖരിച്ചിട്ട് ഒരു ഹൗള് കെട്ടിയിട്ട്, വെള്ളത്തിൻ്റെ സംഭരണി കെട്ടിയിട്ട് വെള്ളം ശേഖരിക്കാം നമ്മുടെ സൈന്യത്തിൻ്റെ അരികിൽ. ആവശ്യത്തിന് വെള്ളം അതിലുണ്ടാവുമല്ലോ. ബാക്കിയുള്ള കിണറൊക്കെ നമുക്ക് കല്ലിട്ട് മൂടാന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുബാബിന് കൊടുത്ത മറുപടി, നീ ആരാപത് പറയാൻ എന്നല്ല, മാ അശറത ബിഹിർ റഅയ്, ഓഹ് നല്ല അഭിപ്രായമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനങ്ങളൊക്കെ എടുത്ത് അനുയായികളെയും വഹിച്ച് ബഹുമാനപ്പെട്ട ഹുബാബ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ച ആ കിണറ്റിനടുത്തേക്ക് നീങ്ങുകയാണ്. ബദർ കിസ്സപ്പാട്ടുകളിലൊക്കെ ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇവിടെ ഈ ഹുബാബ് എന്ന് പറയുന്ന ഒരു 16 വയസ്സൊക്കെ ഉണ്ടാകുന്നൊരു ചെറുപ്പക്കാരനായിരിക്കും എന്നാണ് പറയുന്നത്. 16-17 ഒക്കെ ഉള്ളത് നല്ല യുവാവാണ്. യുദ്ധത്തിൻ്റെ തന്ത്രം പലർക്കും പല ആശയങ്ങളായിരിക്കുമല്ലോ. ഖന്തഖ് യുദ്ധം വിജയിച്ചത് സൽമാൻ ഇബ്നുൽ ഫാരിസിയെ കൊണ്ടാണെന്ന് പറയാറുണ്ടല്ലോ. ശത്രുക്കളാകുന്ന മുഴുവൻ ശത്രുക്കളും മദീന വളയാണ്. മക്കക്കാരും അല്ലാത്തവരും എല്ലായിടത്തും നബിക്ക് ശത്രുക്കളായിരുന്നു. 10,000-ഓളം വരുന്ന ആളുകൾ ആ മദീന വളയുമ്പോൾ ഒരിക്കലും ആയുധം കൊണ്ട് ഏറ്റുമുട്ടി വിജയിക്കാവുന്ന എണ്ണം മദീനക്കാരില്ല. വലിയ നാശം ഇവിടെ ഉണ്ടാകും മദീനയിലേക്ക് അവർ പ്രവേശിച്ചാൽ. സൽമാൻ ഫാരിസി തൻ്റെ രാജ്യം ഇറാനാണ്, പേർഷ്യനാണ്. അവിടെ അദ്ദേഹം എന്ത് ചെയ്തു? ആ രാജ്യത്തൊക്കെ ഉള്ളതുപോലെ കോട്ടൻ്റെ ചുറ്റുഭാഗത്തും ഗ്രാമത്തിൻ്റെ ചുറ്റുഭാഗത്തും കിടങ്ങ് പിടിക്കുക എന്നൊരു സംവിധാനമുണ്ട്. അതങ്ങ് അഭിപ്രായപ്പെട്ടു, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന്. അതാണ് ഖന്തഖ് യുദ്ധം, കിടങ്ങ് യുദ്ധം. ഒരു 17 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ്റെ അഭിപ്രായം അള്ളാഹിൻ്റെ റസൂൽ സ്വീകരിക്കുകയാണ്.
യുദ്ധത്തിലുടനീളം വശാബിറുഹും ഫിൽ അംർ വതവക്കൽ അലല്ലാഹ്. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന. അങ്ങ് കാര്യങ്ങളൊക്കെ അവരോട് കൂടിയാലോചിക്കണം. എന്നിട്ട് അവസാനം ഒരു തീരുമാനത്തിലെത്തിയാൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുക എന്നതല്ല. എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ മുശാവറ നടത്തിയിരുന്നു. മുശാവറ നടത്താതെ നമ്മളൊരു കാര്യങ്ങൾ ചെയ്താൽ അതിൽ പരാജയങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കുറ്റവും മുഴുവനും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പം നമുക്ക് പറയാൻ പറ്റും, എന്നാൽ അങ്ങനെ പറയണ്ടേ, അപ്പം പറയണ്ടേ എന്ന്. അപ്പം ചോദിക്കണ്ടേന്നാണ് അപ്പം അനുയായികൾ തിരിച്ചിങ്ങോട്ട് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് നീങ്ങുകയാണ്. അവിടെ ഒരു വലിയ കിണറിൻ്റെ അടുത്തായി, ശത്രുക്കൾ എത്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായി വാഹനങ്ങളൊക്കെ ഇറക്കി വെള്ളം ശേഖരിച്ച് ഒരു വലിയ വെള്ളത്തിൻ്റെ തടാകമൊക്കെ ഉണ്ടാക്കി മറ്റുള്ള കിണറിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ഇഷ്ടംപോലെ വെള്ളം നിറച്ച് ആ കിണറൊക്കെ കല്ലിട്ട് മൂടി. ഖുബാബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദൻ നശ്റബു വലാ യശ്റബൂൻ, യുദ്ധത്തിന് വന്നാൽ പിന്നെ നമ്മൾ വെള്ളം കുടിച്ചാൽ മതി, പിന്നെ അവർ വെള്ളം കുടിക്കണ്ടെന്ന്. യുദ്ധം തുടങ്ങിയത് തന്നെ ഈ വെള്ളത്തിന് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ പിന്നെ കേൾക്കാം. ഈ ചരിത്രം പിറകെ നമുക്ക് വായിക്കാൻ പറ്റും. കാരണം വെള്ളമില്ലാതെ എങ്ങനെ യുദ്ധം ചെയ്യാം? ഹംസ റളിയല്ലാഹു അൻഹു വെള്ളം കോരാൻ വന്നവനെ തടുത്ത ആ സംഭവമൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ. അങ്ങനെ സഹാബാക്കൾ തന്ത്രങ്ങളെ കൊണ്ട് ആദ്യം തന്നെ വിജയിച്ചു എന്ന് പറയാം. ഇവിടെ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എന്ന അൻസാരികളുടെ നേതാവ് മുത്തുനബിയുടെ ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുകയാണ്. എന്താണെന്നറിയോ? നബ്നിയിലക അരീഷൻ, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നബിയെ ഒരു പന്തലൊരുക്കിയാലോ എന്ന് വെച്ചാൽ, നേതാക്കന്മാരൊരിക്കലും യുദ്ധത്തിൽ കൊല്ലപ്പെടരുതല്ലോ, നേതൃത്വം കൊടുക്കേണ്ടവരൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു തന്ത്രമുണ്ട്. യുദ്ധം നടക്കുന്ന ഭൂമിയുടെ പരിസരത്ത് ഒരു കുന്നിന് മുകളിൽ ഒരു പന്തൽ കെട്ടി നിർദ്ദേശങ്ങൾ തൊടുത്തും യുദ്ധം നിരീക്ഷിച്ചുകൊണ്ടും നേതാവ് ഇങ്ങനെ നിൽക്കുക. യുദ്ധം തോൽക്കുമെന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് നല്ലൊരു വാഹനം നിർത്തിയിട്ടുണ്ടാകും, പാറാവുകാരെയും ഒക്കെ നിർത്തിയിട്ടുണ്ടാകും. ഇവരെയും കൊണ്ടെന്ത് ചെയ്യുക, ഈ നേതാവ് രാജ്യത്തേക്ക് തിരിച്ചു പോരുക എന്നുള്ളത്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അങ്ങേക്ക് വേണ്ടി നമ്മളൊരു പന്തലൊരുക്കാം ഈ കുന്നിൻ പ്രദേശത്ത്. ബദറിൽ നിങ്ങൾ പോയിട്ടുണ്ടാകിയാൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലാഹുവിൻ്റെ റസൂൽ എവിടെ ഇരുന്നിരുന്നത്, ഒരു ഉയർന്ന സ്ഥലത്ത് പന്തലെട്ടിയ സ്ഥലമൊക്കെ അവിടെ കാണാൻ പറ്റും. എന്നാൽ എന്നിട്ട് യാത്ര ചെയ്യാനുള്ള വാഹനവും നമ്മൾ അവിടെ സജ്ജീകരിക്കാം. നല്ല സംസാര നബിയെ, നമുക്ക് വിജയവും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് നമ്മുടെ താല്പര്യം എന്ന് മാത്രം പറഞ്ഞിട്ട് പറഞ്ഞു, ഇൻകാനല്ലുഖറ, ഇനി മറ്റേതാണ് സംഭവിക്കുക. പരാജയം എന്ന വാക്ക് പോലും ആ സഹാബി ഉപയോഗിക്കുന്നില്ല. മറ്റെന്നാണ് സംഭവിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലേ, ഫർജി ഇലാ അസ്ഹാബിക യാ റസൂലല്ലാഹ് ലഖദ് തഖല്ലഫ അൻക ഖൗമൻ, നബിയെ ഞങ്ങളെ കൂടെ വരാത്തൊരു ജനത അവിടെയുണ്ട്. മാ നഹ്നു ബി അശദ്ദ ഹുബ്ബൻ മിൻഹും, അവരെക്കാൾ നബി അങ്ങയോട് ഇഷ്ടമുള്ളവരല്ല ഞങ്ങൾ, ഞങ്ങളെപ്പോലെ അവരും അങ്ങയെ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങയെ കാത്തിരിക്കുന്നുണ്ട് അങ്ങ് തിരിച്ചു ചെല്ലാൻ. അതുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ഞങ്ങളിവിടെ ഒരു കൂടാരം ഒരുക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ അത് നല്ലൊരു അഭിപ്രായമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നബി തങ്ങൾ ആ ബദറിലെ ആ മണൽക്കുന്നിൻ്റെ മുകളിൽ നബി തങ്ങൾക്ക് വേണ്ടി ഒരു ടെൻറ്റ് ഒരുക്കപ്പെടുകയും നബി തങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കുകയുമാണ്. സ്വഹാബാക്കൾ യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി അവിടെ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ നിരീക്ഷിക്കുകയും യുദ്ധത്തിൻ്റെ രീതികളെ വിശകലനം ചെയ്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അവിടെ ഇങ്ങനെ നിൽക്കുകയുമാണ്. ശത്രുക്കൾ ഏകദേശം വരെ അടുത്തെത്തിയിട്ടുണ്ട്. യുദ്ധത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്.
അടുത്ത ഭാഗം ഇൻഷാ അല്ലാഹ് 5-ാം ഭാഗത്തിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു ആ മഹാന്മാരുടെയൊക്കെ ജീവിതം നമ്മുടെ ജീവിതത്തിന് ഉപകാരമുള്ളതാക്കി തീർക്കുമാറാവട്ടെ. അള്ളാഹു അവരെ കൂടെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.